ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിന്ന്. അപ്പൊ പച്ച കള്ളല്ലേ, പുള്ളി തോളിൽ നിന്നും തട്ടിയിട്ടില്ല. ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു യുവ നടനെ അഹങ്കാരം കൊണ്ടും ഗർവ് കൊണ്ടും മലയാള സിനിമയിലെ സീനിയറായിട്ടുള്ള മുൻകാലങ്ങളിൽ നിങ്ങൾ കാണാതെ പോയിട്ടുള്ളവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ ശ്രേണിയിൽപ്പെട്ട ശ്രീ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ ഒരു പരസ്യമായ ഒരു വേദിയിൽ വെച്ച് അപമാനിച്ച വിഷയത്തിൽ ഞാൻ ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ ഒപ്പമാണ്. എനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. അദ്ദേഹം അത് കഴിഞ്ഞ് പറഞ്ഞല്ലോ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത്. കണക്കുകാരൻ നമ്മുടെ വീഡിയോ കാണുമ്പം പരിഗണിക്കാമായിരുന്നു, ഒരാൾ സമ്മാനം കൊടുക്കുന്നതല്ലേ, അപ്പം കുറച്ചുകൂടെ അയാളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. തീർച്ചയായും അത് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ നിൽക്കൂല, മീശയെടുത്ത് വേഷം മാറിയാൽ എനിക്ക് ആളെ അറിയാം. നിന്നെ അല്ല എനിക്ക് വേണ്ടത്. ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത്, ഒന്ന് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു, വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി. അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് എവിഡൻ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തലവേദനയൊക്കെ മാറിയിടോ? ഇല്ല സാർ, ഇപ്പോഴും നല്ല കൂടുതലാണ്. നാരായണൻ മാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. പോട്ടെ സാർ.